JEE 2024 ജാൻ ഫേസ് 1 ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ നമ്പർ 9 നമുക്കൊന്ന് തകർത്തേക്കാം. ഏതാണ് ടോപ്പിക്ക് എന്ന് നമുക്ക് നോക്കാം. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ഫിഗർ ടൈപ്പ് പ്രോബ്ലം. നമുക്ക് 2 സർക്കുലർ ലൂപ്പുണ്ട്. എന്താ വേണ്ടേ? മാഗ്നിറ്റ്യൂഡ് ഓഫ്, കണ്ടോ, നേരെ അങ്ങോട്ടാണ് പോകേണ്ടത്. നിങ്ങൾ ഒറ്റടി കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത് മാഗ്നറ്റിക് ഇൻഡക്ഷൻ അറ്റ് ദ സെൻറ്റർ. ആ സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് തമ്മിൽ ഇൻക്ലൈൻഡ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? 90 ഡിഗ്രിയാണ്. രണ്ടിൻ്റെയും റേഡിയസ് എന്താ? 2 സർക്കുലർ ലൂപ്സ് എ ആൻഡ് ബി ഓഫ് റേഡിയസ് എ ക്യാരിയിങ് സെയിം കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ബി സെൻറ്റർ രണ്ടിനും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ബി സെൻറ്റർ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ, മക്കളെ, ഇങ്ങനെയാണ് B1 എങ്കിൽ മറ്റവൻ ഇങ്ങനെയോ ആയിരിക്കുമല്ലോ. രണ്ടും തമ്മിൽ 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് നമുക്ക് 1ഉം ഇത് നമുക്ക് 2 എന്ന് കൊടുത്താൽ ഇതായിരിക്കും B1, അത് B ആണെങ്കിൽ ഇതായിരിക്കും B2, അതും B തന്നെയാണ്. രണ്ടും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ബി സെൻറ്റർ എഫക്റ്റീവ് എന്ന് പറയുന്നത് √2 ടൈംസ് ഒരെണ്ണമായിരിക്കും. സെറ്റല്ലടാ? അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ബി സെൻറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ √2 ടൈംസ് ഒരെണ്ണം. ബി സെൻറ്റർ എന്താ? μ0 ഡിവൈഡഡ് ബൈ 4π × 2πi ഡിവൈഡഡ് ബൈ r എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ √2 ടൈംസ് μ0 ഡിവൈഡഡ് ബൈ 2 × i ഡിവൈഡഡ് ബൈ a. ഈ 2ഉം ഇതും കൂടി കട്ട് ചെയ്യുമ്പോൾ μ0 ഡിവൈഡഡ് ബൈ √2 × i ഡിവൈഡഡ് ബൈ a. ഇതായിരിക്കും എന്ത്? ബി സെൻറ്റർ. സെറ്റല്ലടാ ഉണ്ടോ? μ0 ഡിവൈഡഡ് ബൈ √2 × i ഡിവൈഡഡ് ബൈ എന്താണ്? എ. അപ്പോൾ ഇതാണ് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കളിയായിരുന്നു നമുക്ക് എവിടെ വന്നത്, ഈ ഫേസ് 1 വന്നിരുന്നത്. അത് നിങ്ങൾ തകർത്ത് കാണുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഓക്കെ, താങ്ക് യു.